മറുവശത്ത് ശക്തമായ നടപടികളിലേക്കാണ് ഇ ഡി കടക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ AAP നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത്തരത്തിൽ കൂടുതൽ നേതാക്കളുടെ വീടുകളിലേക്കും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലേക്കും ഒക്കെ തന്നെയും വളരെ ശക്തമായ രീതിയിൽ റെയ്ഡുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുകയല്ലേ? വിഷ്ണു, കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷവും വിവിധ ആം ആദ്മി നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹിയിൽ റെയ്ഡ് നടത്തിയിരുന്നു. ആം ആദ്മിയുടെ ഗോവ അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ അവിടുത്തെ സംഘടനാ ചുമതല വഹിക്കുന്ന നേതൃത്വത്തിലുള്ള ആളുകൾ, ഇവരുടെ എല്ലാം വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കാരണം ഇത് ഒന്നോ രണ്ടോ ആളുകൾ ചേർന്ന് നടത്തിയതല്ല, മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം മുഴുവൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ ക്രമക്കേടാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിന് താഴേക്കുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ വലിയ ക്രമക്കേടിന്റെ ഭാഗമായി ഇതിന്റെ ലാഭവിഹിതം, ഈ കോഴപ്പണത്തിന്റെ വിഹിതം പറ്റിയവരാണ് ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന വിശദീകരണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതോടൊപ്പം തന്നെ CBIയും നൽകുന്നത്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും ചോദ്യം ചെയ്യലും റെയ്ഡും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു മുൻകൂർ ജാമ്യമെടുക്കൽ എന്ന നിലയിലാണ് ഈയിടെ അദീഷി മർലീനെ പോലുള്ള ആം ആദ്മിയുടെ നേതാക്കൾ ചില പ്രതികരണം നടത്തിയിരുന്നു. തൻ്റെ വീട്ടിൽ ED വരും എന്ന് BJP ഭീഷണിപ്പെടുത്തിയെന്നും താൻ BJPയിൽ എത്തിയില്ലെങ്കിൽ EDയെ കൊണ്ട് പിടിപ്പിക്കുമെന്നും തുടങ്ങിയ പ്രതികരണമാണ് അദീഷിയെ പോലുള്ളവർ നടത്തിയത്. ഇത് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത് അദീഷി ഉൾപ്പെടെയുള്ള നേതാക്കളിലേക്ക് തന്നെ ഈ അന്വേഷണം എത്തുകയാണ്. അതായത് ഒന്നാം നിരയിലുള്ള അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയ എന്ന് മാത്രമല്ല, ഇതിന്റെ രണ്ടാം നിരയിൽ നിൽക്കുന്ന നേതാക്കളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം എത്തുന്ന ഒരു ഘട്ടമുണ്ട്. ഇതിലൊരു മുൻകൂർ ജാമ്യമെടുപ്പ് എന്ന നിലയിൽ വേണം അദീഷിയെ പോലുള്ള നേതാക്കൾ അടുത്തിടെ നടത്തിയിട്ടുള്ള പ്രതികരണത്തെ നോക്കിക്കാണാൻ. വിഷ്ണു, വ്യക്തമാണ്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.